Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസം കടന്നു വന്നപ്പോൾ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് നോമ്പെടുത്തു, അതുപോലെ തന്നെ ഒരുപാട് സ്വതക്കകൾ കൊടുത്തു, ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ചു. വിശുദ്ധമായ ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തി. അൽഹംദുലില്ലാ, എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു മാസമായിരുന്നു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഈ ദുൽഹിജ്ജ മാസം. അല്ലാഹു തആല ചെയ്ത മുഴുവൻ അമലുകളും റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദുൽഹിജ്ജ മാസത്തേക്ക് സ്വീകരിക്കാനും ഒരുപാട് പ്രാവശ്യം നമുക്ക് ഹജ്ജിന് പോവാനും ഉംറക്ക് പോവാനൊക്കെ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ദുൽഹിജ്ജ മാസത്തിന്റെ 29ാമത്തെ ദിവസമാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റ് എന്ന് തന്നെ പറയാം, മണിക്കൂർ എന്ന് പറയാനില്ല, മഗ്രിബ് ബാങ്കിലേക്ക് നമ്മൾ അടുക്കുകയാണ്. മഗ്രിബ്, ഇന്നത്തെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നമ്മൾ വിശുദ്ധമായ പുണ്യമായ മുഹറം മാസത്തിലേക്ക്, ഇസ്ലാമിക് ന്യൂ ഇയർ നമ്മളിലേക്ക് ഇതാ വരികയാണ്. മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ മുഹറം 1ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി അഥവാ ഇന്നത്തെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസം 30 നമ്മൾ പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബോട് കൂടി, നാളെ ബുധനാഴ്ച മഗ്രിബോട് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് പുണ്യമായ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അൽഹംദുലില്ലാ, എന്തായാലും ഒരു മാസം വിട പറയുന്നു, മറ്റൊരു മാസം കടന്നു വരുന്നു. സുന്ദരമായ ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഈ മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് യാത്രയാക്കാം, വരുന്ന മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹൊക്കെ പറയാനുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധമായ ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുന്നു. പുതിയൊരു വർഷം നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷം പോകുന്നു, മറ്റൊരു വർഷം വരുന്നു. അൽഹംദുലില്ലാ, ഈ സമയത്ത് നമുക്ക് ഈ ഒരു വർഷം പോവുകയല്ലേ, അപ്പോൾ ചെയ്തു പോയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസ് തുടങ്ങാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസും നമ്മുടെ ഇസ്തിഗ്ഫാറും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ الغفور الرحيم. أستغفر الله العظيم إنه هو 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 الغفور الرحيم. أستغفر الله
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നന്മയും തിന്മയും തൂക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്ക്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക്, നമുക്ക് നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള വാക്ക് പറഞ്ഞാലോ? പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ്. ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ? നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്, അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി
والإكرام يا غني يا مغني يا ذا الجلال 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 والإكرام അഫ്ളലു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അത് എത്ര പറഞ്ഞാലും എത്ര ചൊല്ലിയാലും നമ്മുടെ അതിനോടുള്ള ഒരു ആവേശം തീരാൻ പാടില്ല. പലർക്കുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ ഒരു മടിയാണ്. ഇത് നമ്മൾ സ്ഥിരം ചൊല്ലുന്നതല്ലേ, ഇത് സ്ഥിരം ചൊല്ലും, ഇത് കിട്ടി, ഇത് ഇപ്പം ചൊല്ലിയിട്ട് ഇപ്പം എന്ത് നേട്ടം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അഫ്ളലു ദിക്ർ സ്വർഗത്തിൻ്റെ താക്കോലാണെന്ന് പോലും ഈ ഒരു ദിക്റിനെ പറ്റി അഭിപ്രായമുണ്ട്. ഇൻഷാ അല്ലാഹ് മരിക്കുന്ന സമയത്ത് പടച്ചോനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദിക്റിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് പറയാം. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ
റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിന്റെ അദാബിനെ തൊട്ട് എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കണം. മരിച്ച് ആദ്യം നമ്മൾ പോകുന്ന, മരണത്തിന് ശേഷം പിന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഖബർ ജീവിതം മുതലാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഖബറും അല്ലാഹു വിശാലമാക്കി തരട്ടെ. സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം ആരും മറന്നു പോകരുത്. സൂറത്തുൽ മുൽക്കൊക്കെ ധാരാളമായിട്ട് ഓതണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നത് നിർത്തണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ തരും. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നീ സന്തോഷം തരണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ നമുക്കിപ്പോൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. 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 اللهم إني أعوذ بك من عذاب القبر. 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 اللهم
ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ അല്ലാഹുമ്മ 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 ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ അനുഗ്രഹമായി തന്നിട്ടുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം, അല്ലേ? നമുക്ക് ഈമാൻ വേണം. നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഈമാൻ ഉള്ളവരായി മരിക്കണം. അള്ളാഹു നമുക്കതിന് അവസരം തരട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ദുആ ചെയ്യണം. അള്ളാഹുവെ, ജനിച്ചപ്പോൾ ഞങ്ങൾ മുസ്ലിമായി, ജീവിക്കുമ്പോഴും മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം. അതിനെന്ത് ചെയ്യണം? ദുആരക്കണം. ഏത് ദുആ? നമ്മുടെ എല്ലാ നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിലും ഈ ഒരു വാക്യം നിങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകരുത്. ഉമ്മമാരൊക്കെ പ്രത്യേകം പഠിച്ചെടുത്ത് ദുആരക്കണം. ഏതാണ് ആ ദുആ? ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. اللهم توفنا مسلما والحقنا بالصالحين 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 اللهم توفنا مسلما والحقنا بالصالحين
അല്ലാഹുമ്മ തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആകാശഭൂമികളിൽ നിന്നും അതിൻ്റെ ഇടയിൽ നിന്നും എന്തെങ്കിലും ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റപ്പെടുന്ന ഒരു ദിക്ർ നബിതങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്വലാത്ത് ചൊല്ലിയാലോ? ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തായ ഹബീബിന്റെ കൂടെ നമുക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് തരട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ
റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ പറയേണ്ട സ്വലാത്താണ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തായ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ. നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഹൗദുൽ കൗസറിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജലം ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോൾ അത് കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ചൊല്ലിക്കോ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 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 അസ്സലാത്തു
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഇതൊക്കെ നമ്മൾ കുറച്ച് ദിക്റേ ചൊല്ലിയിട്ടുള്ളൂ. നമുക്കറിയാവുന്ന ധാരാളം നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് വാരിതായി വന്നിട്ടുള്ള ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം പോലെ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുക. പിന്നെ നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും ഒരിക്കലും മുടക്കാൻ പാടില്ല. അതൊക്കെ എപ്പോഴും ചൊല്ലണം. പിന്നെ സൂറത്ത് യാസീൻ ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ധാരാളമായിട്ട് പറയുക. സ്വലാത്തുകളൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ സ്വലാത്ത് മാത്രമല്ല, നമ്മൾ ഇവിടെ പറഞ്ഞ ദിക്റുകൾ മാത്രമല്ല, പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രമല്ല, ധാരാളം ഇസ്മുകളും ധാരാളം സ്വലാത്തുകളും ധാരാളം ദിക്റുകളൊക്കെ ഇനിയൊക്കെ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും പറ്റുന്നത് പോലെയൊക്കെ ചൊല്ലുക. നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാരക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ദ്വാരക്കും. ആരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതെല്ലാം ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സും നമ്മുടെ ദുആയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ റഹീമായ വദൂദായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുമിച്ച് കൂടൽ ഖബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. തെറ്റുകൾ ഞങ്ങൾ ഇനി ചെയ്യില്ല റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ അബദ്ധങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസാണ് റബ്ബേ. ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മച്ചിയുണ്ട്, വാപ്പച്ചിയുണ്ട്, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ, ബന്ധുമിത്രാദികൾ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ പരിപാവനമായ ഞങ്ങളെല്ലാം നിലകൊള്ളുന്ന വിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോയ ഹാജിമാർ അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസം ഞങ്ങൾ ഉളഹിയ്യത്ത് അറുത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുൽഹിജ്ജ മാസമാക്കല്ലേ അല്ലാ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദുൽഹിജ്ജ മാസത്തെ സ്വീകരിക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ മുഹറം മാസം ഞങ്ങളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അതിന് വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്ക് നീ അവസരം തരണേ അല്ലാ. നല്ല ഒരു വർഷമാക്കണേ അല്ലാ. ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് റഹ്മാനെ, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാക്കണേ അല്ലാ. പാപങ്ങളില്ലാത്ത നല്ലൊരു വർഷമാക്കണേ അല്ലാ. ഈ വർഷം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് റഹ്മാനെ. പടച്ചവനെ, ചെയ്തു പോയ അബദ്ധങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു വർഷം പോകുന്നു, മറ്റൊരു വർഷം വരികയാണ്. നീ ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാവിധ നന്മകളും ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ, വരാനിരിക്കുന്ന വർഷത്തിൽ തരണേ അല്ലാ. മുഹറം മാസം അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കിട്ടുന്ന നല്ലൊരു മാസമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് അവരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ.
ഒരുപാട് വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ വാപ്പമാരെ ഞങ്ങളുടെ സഹോദരന്മാരെ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിനും നീ അഭിവൃദ്ധി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കങ്ങൾ തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളുടെ അടുക്കലിൽ നിന്നും പിശാചിനെ നീ ഓടിച്ചു കളയണേ അല്ലാ. ഈമാൻ തരണേ അല്ലാ. ഇഖ്ലാസ് തരണേ അല്ലാ. തഖ്വ തരണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹുകൾ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ രാവിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ അമലുകളും എല്ലാ ദിക്റുകളും എല്ലാ സ്വലവാത്തുകളും ഉയർന്ന രൂപത്തിൽ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചവരാണ്. ഒരുപാട് പേര് ഫോണിൽ വിളിച്ചു പറയുന്നു, നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ. അല്ലാഹുവേ 10,000-കണക്കിന് മുഅ്മിനീങ്ങളാണ് ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. വേദനകൾ മാറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. ക്യാൻസർ രോഗം അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കീമോ ചെയ്യുന്നവരുണ്ട്, നീ വേഗത്തിൽ ശിഫാ പ്രദാനിക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റ് ചെറുതും വലുതുമായ അസുഖങ്ങൾ വന്ന് കിടപ്പിലായി പോയവർ, റഹ്മാനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവർ, ആക്സിഡന്റ് പറ്റി കിടക്കുന്നവർ, റഹ്മാനെ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കാഫിയായ അല്ലാ ഞങ്ങളുടെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്തിലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. സ്കൂളുകൾ തുറന്നു, മദ്രസകൾ തുറന്നു, അവർ ഞങ്ങളുടെ മക്കളിതാ അല്ലാഹുവേ പുതിയ അധ്യയന വർഷത്തിലാണ്. നല്ല പഠനം കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. നല്ല പഠനം കൊടുക്കണേ അല്ലാ. പരീക്ഷകൾക്കെല്ലാം ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നീ നിറവേറ്റി തരണേ അല്ലാ. എല്ലാത്തിനും ഉപരിയായി ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതിക്ഷോഭങ്ങൾ പല സ്ഥലത്തുമുണ്ട് റബ്ബേ, നീ കാക്കണേ അല്ലാ. ശക്തമായ മഴയാണ് പല സ്ഥലത്തും അല്ലാഹുവേ. വെള്ളപ്പൊക്കം വരുന്നു, വെള്ളം കയറുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു, മരങ്ങൾ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഒരുപാട് പ്രതിസന്ധിയിലാണ് പല സഹോദരന്മാരും സഹോദരിമാരും. വീടുകൾ വെള്ളത്തിലാണ് അല്ലാഹുവേ. കൃഷികൾ നശിച്ചു പോവുകയാണ്. റഹ്മാനെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ മഴ തരണേ അല്ലാ. നീ തന്നിട്ടുള്ള മഴയിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ശർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. പകർച്ചവ്യാധികൾ പകരുകയാണ്, ഒരുപാട് അസുഖങ്ങൾ വരികയാണ്, നീ കാക്കണേ അല്ലാ. രോഗങ്ങൾ വന്ന് കിടപ്പിലായി പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പല സ്ഥലങ്ങളിലും മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ലാതെ വിഷമിക്കുന്നു. അല്ലാഹുവേ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്റെ റഹ്മത്താകുന്ന നല്ല മഴ കൊടുക്കണേ അല്ലാ. മഴ അധികമാക്കല്ലേ അല്ലാ. വെയിൽ അധികമാക്കല്ലേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ചെയ്ത ഹാജിമാരെ സ്വീകരിക്കണേ അല്ലാ. ഉംറ ചെയ്തവരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജും ഉംറയും മുത്തായ റസൂലിന്റെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾ തവക്കുലാക്കി ചോദിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തരണേ അല്ലാ. എല്ലാ ഷർറ് ബല മുസീബത്ത് ആപത്ത് കണ്ണേറ് സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറം വെളിച്ചമാക്കി
മോചനമാക്കി തരണേ അല്ലാ. നരകത്തിൽ നിന്നുള്ള മോചനം തരണേ അല്ലാ. സ്വർഗത്തിൽ കടത്തണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ പങ്കെടുക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.